ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ളൊരു പൊട്ടറ്റോ റെസിപ്പി ആയിട്ടാണ്. വളരെ സ്പൈസിയും ടേസ്റ്റും ആയിട്ടുള്ള പൊട്ടറ്റോ ബർത്തയാണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു കടായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 8 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് വറ്റൽമുളക് നല്ല പെർഫെക്റ്റ് ആയി തന്നെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകമാവണം. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റി വെക്കാം. നിങ്ങളുടെ കയ്യിൽ ഇനി വറ്റൽമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ഒരു ഡിഷിന് കൂടുതൽ ടേസ്റ്റ് ഉള്ളത് വറ്റൽമുളക് ചേർത്തുണ്ടാക്കുമ്പോഴാണ്. ഈ സെയിം പാനിലോട്ട് 15 അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ ഉള്ളിയുടെ പകുതി അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോഴത്തെ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ പാകത്തിനൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള പൊട്ടറ്റോ ആണ്. ഞാനിവിടെ ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ചതിന് ശേഷം ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മുടെ ഡിഷിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഉണ്ടല്ലോ, അത് ഞാൻ കൈകൊണ്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ വെജിറ്റേറിയൻസിനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ ഡിഷാണിത്. ഇപ്പോൾ ഇതാ നമ്മുടെ രുചികരവും വെറൈറ്റി ആയിട്ടുള്ള പൊട്ടറ്റോ ബർത്ത ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. നല്ലപോലെ ഡ്രൈ ആയിട്ടിരിക്കണം. അങ്ങനെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് എത്ര സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു പൊട്ടറ്റോ ഡിഷ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അല്ലേ. ഇനി ഇതിൻ്റെ ചൂടൊക്കെ നന്നായി പോയതിനു ശേഷം ഇതുപോലെ കൈകൊണ്ടൊന്ന് ഉടച്ചെടുക്കാം. ശേഷം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ചോറിനൊപ്പം മാത്രമല്ല, ചപ്പാത്തി, പൊറോട്ട, ദോശ, അപ്പം എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ള ഒരു പൊട്ടറ്റോ ഡിഷാണിത്. ഇത് നിങ്ങൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 3-4 ദിവസമൊക്കെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലിട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള പൊട്ടറ്റോ ബർത്ത റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.